ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒറ്റശിഖരം റിവ്യൂയിലേക്ക് സ്വാഗതം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ചന്ദ്രമോഹൻ പറയുന്നു, മേനോൻ സാറും മേഡവും നിർബന്ധിച്ച് പറഞ്ഞേൽപ്പിച്ചതാ. മേനോൻ സാറിന് കുഞ്ഞിനെ ഒന്ന് കാണണം. ഇത് കേട്ട് മീനാക്ഷിയും പ്രസന്നയും ടെൻഷനോടുകൂടി നിൽക്കുകയാണ്. മീനാക്ഷി പറയുന്നു, അത് അച്ഛനോടൊന്ന് ചോദിക്കണം, അല്ലാതെ എനിക്കൊരു മറുപടി പറയാൻ പറ്റില്ല. ചന്ദ്രമോഹൻ പറയുന്നു, മതി, തുളസി ചേട്ടന്റെ സമ്മതമില്ലാതെ ഒരു കാര്യവും ചെയ്യാൻ ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടില്ല. പ്രസന്ന പറയുന്നു, ചേട്ടൻ സമ്മതിക്കുമോന്നാ എന്റെ സംശയം. ചന്ദ്രമോഹൻ പറയുന്നു, മേനോൻ സാർ ഇങ്ങോട്ട് വരില്ല. അദ്ദേഹം താമസിക്കുന്നിടത്തേക്ക് നിങ്ങളും പോകണ്ട. പുറത്ത് എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് വെച്ച് മതി. സാറിന് കുഞ്ഞിനെ ഒന്ന് കാണണം, അതുമാത്രം മതി. തുളസി ചേട്ടനോട് ചോദിച്ചിട്ട് എന്നെ വിളിച്ച് വിവരം പറഞ്ഞാൽ മതി. എത്തേണ്ട സമയവും സ്ഥലവും ഒക്കെ ഞാൻ അപ്പൊ അറിയിക്കാം. വേണ്ടി വന്നാൽ മീനാക്ഷി ഇക്കാര്യത്തിലും അച്ഛനെ ഒന്ന് നിർബന്ധിക്കണം. സ്വന്തം കുഞ്ഞിന്റെ വളർച്ച കണ്ട് സന്തോഷിക്കാൻ അമ്മയ്ക്കുള്ളതുപോലെയുള്ള അവകാശം അച്ഛനും ഇല്ലേ? ഞാൻ അച്ഛനോട് പറയാമെന്ന് മീനാക്ഷി പറയുമ്പോൾ ചന്ദ്രമോഹൻ പറയുകയാണ്, ശരി, അപ്പൊ ഇനി ഒന്നുമില്ലല്ലോ, ഞാൻ ഇറങ്ങട്ടെ. ഉറങ്ങിപ്പോയല്ലേ എന്ന് പറഞ്ഞ് കുഞ്ഞിനെ സ്നേഹത്തോടു കൂടി ഒന്ന് തലോടി ചന്ദ്രമോഹൻ അവിടെ നിന്ന് പോകുകയാണ്. പിന്നീട് കാണിക്കുന്നത് അങ്കിത ചോദിക്കുന്നു, മുകുന്ദ്, കുഞ്ഞിനെ എവിടെ കൊണ്ടുവരാമെന്ന് അവര് പറഞ്ഞിരിക്കുന്നത്? മുകുന്ദൻ പറയുന്നു, സ്ഥലം നമ്മൾ നിശ്ചയിച്ചാ മതി. പാർക്കോ ബീച്ചോ എവിടെ വേണമെങ്കിലും അവര് കൊണ്ടുവരും. ചന്ദ്രമോഹനെയാണ് പറഞ്ഞേൽപ്പിച്ചിരിക്കുന്നത്, അയാൾ കൂട്ടിക്കൊണ്ടുവരും. എന്താ തനിക്കൊരു ടെൻഷൻ പോലെ? അങ്കിത പറയുന്നു, മുകുന്ദിന് കുഞ്ഞിനെ കണ്ടാ പോരെ, മീനാക്ഷിയെ കാണേണ്ട ആവശ്യമില്ലല്ലോ. മുകുന്ദൻ പറയുന്നു, ആവശ്യമില്ല, പക്ഷേ അതെങ്ങനെയാണോ നടക്കുന്നത്? കുഞ്ഞ് തനിയെ വരില്ലല്ലോ. മീനാക്ഷി ഇല്ലാതെ കുഞ്ഞിനെ മാത്രം ചന്ദ്രമോഹന്റെ കയ്യിൽ കൊടുത്തുവിടാൻ അവര് തയ്യാറാകുമോ? അങ്കിത പറയുന്നു, മീനാക്ഷി വന്നോട്ടെ, പക്ഷേ മുകുന്ദ് അവളെ കാണരുത്. മുകുന്ദൻ ചോദിക്കുന്നു, താൻ എന്താ ഈ പറയുന്നത്? എനിക്ക് മനസ്സിലാകുന്നില്ല. ഞാൻ മീനാക്ഷിയെ കണ്ട എന്താ കുഴപ്പം? അങ്കിത പറയുന്നു, അവളുടെ രൂപം പിന്നീട് മുകുന്ദിന്റെ മനസ്സിൽ നിന്നുമായില്ല, അതാണ് കുഴപ്പം. മുകുന്ദൻ ചോദിക്കുന്നു, അതെന്താണോ താൻ അങ്ങനെ പറയുന്നത്? ഞാൻ അത്തരക്കാരനാണെന്ന് വിചാരിച്ചു. അങ്കിത പറയുന്നു, ഏയ് നെവർ, മുകുന്ദ അത്തരക്കാരനല്ലെന്ന് എനിക്ക് നന്നായിട്ടറിയാം. മീനാക്ഷിയും നല്ല സ്വഭാവക്കാരിയായിരിക്കും, പക്ഷേ നിങ്ങൾ തമ്മിൽ കാണുന്നതും സംസാരിക്കുന്നതും എനിക്കിഷ്ടമല്ല. മുകുന്ദൻ ചോദിക്കുന്നു, അതിൽ എന്താ അങ്കിത തെറ്റ്? ആ കുട്ടിക്ക് എന്റെ മോളാകാനുള്ള പ്രായമേ ഉള്ളൂ. അങ്കിത പറയുന്നു, പക്ഷേ അവളൊരു സ്ത്രീയാണ് മുകുന്ദ്, വേറെ സ്ത്രീയല്ല. മുകുന്ദിന്റെ കുഞ്ഞിനെ പ്രസവിച്ച സ്ത്രീ. വിൽക്കാൻ വെച്ച കളിപ്പാട്ടം ഒന്നും അല്ലല്ലോ അവളുടെ കുഞ്ഞ്. അവളുടെ ചോരയും ജീവനും ആ കുഞ്ഞിലുണ്ട്. അവള് പ്രസവിച്ച് മുലപ്പാലൂട്ടി വളർത്തുന്നതാ അതിനെ. മീനാക്ഷി ആ കുഞ്ഞിനെ എന്തുമാത്രം സ്നേഹിക്കുന്നുണ്ടാകും? മുകുന്ദൻ പറയുന്നു, ശരിയാ, അതുകൊണ്ട് തന്നെ കുഞ്ഞിനെ വിട്ടുതരാൻ അവൾക്ക് മടിയും കാണും. അങ്കിത പറയുന്നു, ഞാൻ പറഞ്ഞു വന്നത് അതല്ല മുകുന്ദ്. ആ കുഞ്ഞിനെ സ്നേഹിക്കുന്ന മീനാക്ഷിക്ക് ഉള്ളിലെങ്കിലും കുഞ്ഞിന്റെ അച്ഛനോടൊരു സ്നേഹം തോന്നാതിരിക്കുമോ? ആ കുഞ്ഞിന്റെ അച്ഛനെ ഒരിക്കലെങ്കിലും മുഖാമുഖം ഒന്ന് കാണാൻ മീനാക്ഷി ആഗ്രഹിച്ചിട്ടുണ്ടാകും. അത് തീർച്ചയാ. കുഞ്ഞ്, അവളുടെ അമ്മ, കുഞ്ഞിന്റെ അച്ഛൻ, ഒരു സർക്കിൾ പൂർത്തിയാകും അല്ലേ മുകുന്ദ്? എനിക്ക് അതിനുള്ളിൽ പ്രവേശനമില്ല. എന്റെ സ്ഥാനം ആ സർക്കിളിന് പുറത്തെവിടെയോ ആണ്. ഞാൻ തികച്ചും മഞ്ഞയായി പോകും അല്ലേ മുകുന്ദ്? മുകുന്ദൻ പറയുന്നു, മീനാക്ഷിയെ നേരിൽ കണ്ട് ഒരു നന്ദി വാക്ക് പറയണമെന്നേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. തനിക്ക് ഇഷ്ടമല്ലെങ്കിൽ വേണ്ട, ഞാൻ കാണുന്നില്ല, പോരെ. അങ്ങനെ മുകുന്ദൻ അവിടെ നിന്ന് പോകുമ്പോൾ ആലോചിച്ച് നിൽക്കുകയാണ് അങ്കിത. പിന്നീട് കാണിക്കുന്നത് തുളസി ചോദിക്കുന്നു, കുഞ്ഞിനെ പൊതിഞ്ഞു കെട്ടി അവരെ കൊണ്ട് കാണിക്കേണ്ട കാര്യം എന്താടി? മീനാക്ഷി പറയുന്നു, മേനോൻ സാറിന് ഇങ്ങോട്ട് വരാൻ പറ്റില്ലല്ലോ അച്ഛാ. അപ്പോൾ തുളസി പറയുകയാണ്, വേണ്ട, അയാളെ ആരും ഇങ്ങോട്ട് ക്ഷണിക്കുന്നതുമില്ല. മീനാക്ഷി പറയുന്നു, അദ്ദേഹത്തിന്റെ കുഞ്ഞല്ലേ, ഒന്ന് കാണാൻ ആഗ്രഹം ഉണ്ടാകത്തില്ലേ അച്ഛാ? തുളസി പറയുന്നു, കൊച്ചുണ്ടായപ്പോഴേ അയാളുടെ കയ്യിലോട്ട് കൊടുക്കാൻ ഞാൻ തയ്യാറായിരുന്നല്ലോ. അങ്ങനെയായിരുന്നു വ്യവസ്ഥയും. അന്ന് കൊണ്ടുപോയിരുന്നെങ്കിൽ 24 മണിക്കൂറും കാണാമായിരുന്നല്ലോ. മീനാക്ഷി പറയുന്നു, അച്ഛൻ ഇത് തന്നെ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരുന്നിട്ട് എന്താ കാര്യം? പ്രസന്ന പറയുന്നു, ഇവള് പറഞ്ഞത് അച്ഛനോട് ചോദിച്ചപ്പോൾ അച്ഛൻ സമ്മതിച്ചു എന്നാണല്ലോ. തുളസി പറയുന്നു, ഇവൾ എന്നോട് ഫോണിൽ വിളിച്ചാ ചോദിച്ചത്. ഞാനൊരു കച്ചവടത്തിന്റെ ഇടയിൽ നിൽക്കുകയായിരുന്നു. നിന്റെ ഇഷ്ടം പോലെ ചെയ്യാൻ അപ്പോഴത്തെ തിരക്കിനിടയിൽ ഞാനും പറഞ്ഞു. പ്രസന്ന ചോദിക്കുന്നു, എന്നിട്ട് പിന്നെ ഇപ്പൊ എതിര് പറഞ്ഞാൽ എങ്ങനെയാ? തുളസി പറയുന്നു, ഞാൻ എല്ലാ ദിവസവും വീട്ടിൽ വരുന്നവനല്ലേടി, എന്നിട്ടൊരു അത്യാവശ്യ കാര്യം സംസാരിക്കുന്നത് ഫോണിൽ കൂടെയാണോ? മീനാക്ഷി പറയുന്നു, ഞാൻ എന്തെങ്കിലും ഒരു മറുപടി പറഞ്ഞിട്ട് വേണ്ടേ അച്ഛാ അവർക്ക് ഓരോന്ന് പ്ലാൻ ചെയ്യാൻ? മേനോൻ സാറ് കുറച്ച് ദിവസമേ കേരളത്തിൽ ഉണ്ടാകുകയുള്ളൂ എന്ന് പറഞ്ഞു. അതിനിടയിൽ പല പ്രോഗ്രാമുകളും ഉണ്ട്. പ്രസന്ന പറയുന്നു, എന്തായാലും ഇവള് സമ്മതിച്ചു പോയില്ലേ, ഇനി പറ്റില്ല എന്ന് പറയുന്നത് എങ്ങനെയാ? തുളസി ചോദിക്കുന്നു, നിനക്ക് ഇത്ര ബോധമില്ലേ എന്നാ ഞാൻ ചോദിക്കുന്നത്. പറ്റില്ല എന്നൊരു വാക്ക് നിനക്ക് ചന്ദ്രമോഹനോട് പറയാമായിരുന്നില്ലേ? മീനാക്ഷി പറയുന്നു, അച്ഛനോട് ചോദിച്ചിട്ടേ മറുപടി പറയാൻ പറ്റുമെന്ന് ഞാൻ പറഞ്ഞു. അതാണോ ഇപ്പം തെറ്റായി പോയത്? തുളസി പറയുന്നു, 2 മാസം കൂടി കഴിഞ്ഞാൽ അവർക്ക് കുഞ്ഞിനെ കൊണ്ടുപോയി മുഴുവൻ സമയവും കണ്ടോണ്ടിരിക്കാലോ. നിനക്ക് അങ്ങനെ ചോദിച്ച് ഒഴിവാക്കാമായിരുന്ന ഇടപാടാണിത്. അതെങ്ങനെ? വേണ്ട സമയത്ത് ബുദ്ധി തെളിയുകയല്ലോ. ഇനി നിന്റെ ഇഷ്ടം പോലെ ചെയ്യുന്ന പറഞ്ഞ് തുളസി ദേഷ്യത്തോടു കൂടി അകത്തേക്ക് പോവുകയാണ്. പിന്നീട് കാണിക്കുന്നത് മഞ്ജിമ വീട്ടിലേക്ക് വരികയാണ്. മഞ്ജിമയെ കണ്ട് സന്തോഷത്തോടു കൂടി നിൽക്കുകയാണ് പ്രസന്നയും തുളസിയും. പ്രസന്ന പറയുന്നു, നേരത്തെ എത്തിയല്ലോടി, ഞാൻ വിചാരിച്ചു. മഞ്ജു പറയുന്നു, വണ്ടി അടിച്ചുവിട്ട് വന്നു. തുളസി ചോദിക്കുകയാണ്, ഇപ്പൊ എന്താടി ഒരു അവധി, എത്ര ദിവസത്തേക്കുണ്ട്? മഞ്ജു പറയുന്നു, സ്റ്റഡി ലീവ് അണച്ച, എക്സാമിന്റെ കൃത്യം ഡേറ്റ് അവര് പിന്നെ അറിയിക്കുകയുള്ളൂ. ഈ സമയം സന്തോഷത്തോടു കൂടി മഞ്ജു എന്ന് വിളിച്ച് അവിടേക്ക് വരികയാണ് മീനാക്ഷി. മഞ്ജു ദേഷ്യത്തോടു കൂടി മുഖം തിരിക്കുന്നു. അരികിലേക്ക് വന്ന് കയ്യിൽ പിടിച്ച മീനാക്ഷി ചോദിക്കുന്നു, നീ എങ്ങനെയാ മഞ്ജു വന്നത്? ട്രെയിനിലോ ബസ്സിലോ? മഞ്ജു പറയുന്നു, ബാംഗ്ലൂരിൽ നിന്ന് നടന്നു വരാൻ പറ്റില്ലല്ലോ അമ്മേ, എനിക്ക് വിശക്കുന്നുണ്ട്, കഴിക്കാൻ എന്താ ഉള്ളത്? തുളസി ചോദിക്കുന്നു, അതെന്താടി, യാത്രക്കിടയിൽ ഭക്ഷണം കഴിക്കാനൊന്നും സൗകര്യം കിട്ടിയില്ലേ? മഞ്ജു പറയുന്നു, ട്രെയിനിലെ ഭക്ഷണമൊക്കെ ഒരു വകയാണച്ചാ, ഒന്നാമതേ എനിക്ക് അവരുടെ ഭക്ഷണത്തിന്റെ രുചി പിടിക്കില്ല. പ്രസന്ന ചോദിക്കുന്നു, ഹോസ്റ്റലിലോ അവിടെയും അവരുടേത് മാതിരി പച്ചരിച്ചോറ് തന്നെയാണോ കിട്ടുന്നത്? മഞ്ജു പറയുന്നു, അയ്യോ ഒന്നും പറയണ്ട, എന്റെ അമ്മ ഉണ്ടാക്കി തരുന്ന ചോറിന്റെയും കറിയുടെയും രുചി എന്താണെന്ന് എനിക്ക് ഇപ്പോഴല്ലേ
മനസ്സിലായത്? വേഗം ഉള്ളതൊക്കെ വിളമ്പി വെക്ക്. പ്രസന്ന പറയുന്നു നീ ആദ്യം കുളിച്ച് ഈ വേഷമൊക്കെ മാറിവാ. മഞ്ജു പറയുന്നു എന്റെ അമ്മേ അതൊരു വലിയ ശിക്ഷയാ. എനിക്കാണെങ്കിൽ വിശന്നിട്ട് കണ്ണു കാണാൻ വയ്യ. പ്രസന്ന പറയുന്നു ഇങ്ങനെ മുഷിങ്ങി നാറിയ ഡ്രസ്സ് ഇട്ടോണ്ട് ആരെങ്കിലും ഭക്ഷണം കഴിക്കുമോടി? ഒന്ന് കുളിച്ചു തോർത്താൻ ഒരു 10 മിനിറ്റ് പോരടി. ചെല്ലങ്ങോട്ട് പോയിട്ട് വാന്ന് പറഞ്ഞ് പ്രസന്ന അകത്തേക്ക് പോകുമ്പോൾ ദേഷ്യത്തോടു കൂടി മീനാക്ഷി ഒന്ന് നോക്കിയിട്ട് മഞ്ജിമ ബാഗ് എടുത്ത് അകത്തേക്ക് പോകുകയാണ്. മീനാക്ഷി വിഷമത്തോടു കൂടി നിൽക്കുന്നു. പിന്നീട് കാണിക്കുന്നത് കുഞ്ഞിനെ എടുത്ത് തൊട്ടിലിൽ കിടത്തി കളിപ്പിക്കുകയാണ് മീനാക്ഷി. മീനാക്ഷി പറയുന്നു അമ്മ ഇപ്പൊ വരാൻ കേട്ടോ, അതുവരെ എന്റെ തക്കടു കരയാതെ കിടന്നോണം. അമ്മയുടെ നല്ല കുട്ടിയല്ലേ. അങ്ങനെ മീനാക്ഷി അവിടെ നിന്ന് പോവുകയാണ്. ഈ സമയം അവിടേക്ക് വന്ന മഞ്ജിമ ചോദിക്കുന്നു നിന്റെ അമ്മ എന്തി? നിന്നെ ഇട്ടേച്ചു പോയോ? അമ്മമ്മ എന്തി? മോളൂട്ടിയെ നോക്കാൻ ആരുമില്ലേ? അങ്ങനെ പുഞ്ചിരിച്ച് അരികിലേക്കിരുന്ന് കയ്യിൽ പിടിച്ചുകൊണ്ട് മഞ്ജിമ പറയുകയാണ് എനിക്ക് മോളോട് വഴക്കൊന്നുമില്ല കേട്ടോ. നിന്റെ മനസ്സറിവില്ലാതെയല്ലേ ഈ നാടകമൊക്കെ നടക്കുന്നത്. അങ്ങനെ മഞ്ജിമ കുഞ്ഞിനെ കളിപ്പിക്കുകയാണ്. വാതിലിന്റെ അരികിലേക്ക് വന്ന മീനാക്ഷി ഇത് കണ്ട് മറങ്ങി നിൽക്കുകയാണ്. മഞ്ജിമ പറയുന്നു ഇനി അമ്മ ഇട്ടേച്ചു പോയാലേ എന്നെ വിളിച്ചാ മതി കേട്ടോ. മോളൂട്ടിയുമായിട്ട് എനിക്കൊരു ബന്ധമൊക്കെ ഉണ്ട്. ചെറിയമ്മ ചിറ്റമ്മ ചിറ്റ എന്നൊക്കെ പറയും. ദേ നോക്കിയെന്ന് പറഞ്ഞ് മഞ്ജിമ കുഞ്ഞിനെ കളിപ്പിക്കുമ്പോൾ സന്തോഷത്തോടു കൂടി നിൽക്കുകയാണ് മീനാക്ഷി. മീനാക്ഷി പതിയെ അവിടെ നിന്ന് പോകുന്നു. തുടർന്ന് മഞ്ജിമ ആർത്തിയോടുകൂടി ഭക്ഷണം കഴിക്കുകയാണ്. പ്രസന്ന പറയുന്നു എടി വിളമ്പി കഴിയട്ടടി. മഞ്ജിമ പറയുന്നു അമ്മ വിളമ്പിക്കൊണ്ടിരുന്നോ, ഞാൻ കഴിച്ചുകൊണ്ടിരിക്കാം. തേങ്ങ അരച്ച ചമ്മന്തിയുടെയും വെളിച്ചെണ്ണയിൽ കടുക് താളിച്ച കറിയുടെയും ഒക്കെ മഹത്വം എനിക്ക് ഇപ്പോഴാ മനസ്സിലാകുന്നത്. ഈ സമയം മീനാക്ഷി അവിടേക്ക് വരികയാണ്. മഞ്ജിമ മീനാക്ഷിയെ നോക്കി പുഞ്ചിരിക്കുമ്പോൾ പതിയെ അവിടെ നിന്ന് പോകാനായി തുടങ്ങുകയാണ് മീനാക്ഷി. കയ്യിൽ കയറി പിടിച്ച മഞ്ജിമ പറയുന്നു ചേച്ചി ചേച്ചി ഇവിടെ ഇരുന്നേ. വിശ്വസിക്കാനാകാതെ മീനാക്ഷി അവിടേക്ക് ഇരിക്കുമ്പോൾ പ്രസന്ന സന്തോഷത്തോടുകൂടി മീനാക്ഷിയെ നോക്കുകയാണ്. മഞ്ജിമ പറയുന്നു ചേച്ചി ഭക്ഷണം ഒന്നും നേരെ ചൊവ്വേ കഴിക്കുന്നില്ലേ? ക്ഷീണിച്ചു പോയല്ലോ. നീ കഴിക്കുന്നത് പോലെ കഴിക്കുന്നില്ല എന്ന് മീനാക്ഷി പറയുമ്പോൾ മഞ്ജിമ പറയുകയാണ് ഞാൻ മൊത്തം പട്ടിണിയായിരുന്നു, അതുകൊണ്ടാ ഇത്ര ആർത്തി. അതെ കുഞ്ഞും ക്ഷീണിച്ചായിരിക്കുന്നത്. ഇപ്പൊ എന്താ പുതിയ അപ്ഡേറ്റ് കുഞ്ഞിന്റെ കാര്യത്തില്? പ്രസന്ന പറയുന്നു അവർക്ക് കുഞ്ഞിനെ ഇന്ന് തന്നെ കാണണമെന്ന്. ആർക്കെന്ന് മഞ്ജിമ ചോദിക്കുമ്പോൾ പ്രസന്ന പറയുകയാണ് കുഞ്ഞിന്റെ ഉടമസ്ഥർക്ക്, അല്ലാതെ ആർക്കാ കൊച്ചിനെ കാണാൻ കൊതി? മഞ്ജിമ ചോദിക്കുന്നു മേനോൻ സാർ എന്താ പറയുന്നത്? മീനാക്ഷി പറയുകയാണ് അദ്ദേഹം അല്ലേ കുഞ്ഞിന്റെ അച്ഛൻ. സ്വന്തം കുഞ്ഞിനെ ഒന്ന് കാണണമെന്ന് ആഗ്രഹിക്കുന്നത് തെറ്റാണോ? പക്ഷേ അച്ഛൻ സമ്മതിക്കുന്നില്ല. മഞ്ജിമ പറയുന്നു ന്യായമായ കാര്യമല്ലേ, അതിന് അച്ഛൻ എന്തിനാ എതിർക്കുന്നത്? മീനാക്ഷി പറയുന്നു മേനോൻ സാറ് ഇങ്ങോട്ട് വരില്ല, അതാ കണ്ടീഷൻ. പകരം പുറത്ത് ഏതെങ്കിലും ഒരു സ്ഥലത്ത് നമ്മൾ കുഞ്ഞുമായി ചെല്ലണം. അത് വേണ്ടെന്ന് അച്ഛൻ പറയുന്നത്. മഞ്ജിമ പറയുന്നു അച്ഛൻ തൊട്ടേനും പിടിച്ചേനും ഒക്കെ എതിർപ്പുമായിട്ട് നിന്നാൽ എങ്ങനെയാ? ഒരു കുഞ്ഞിന്റെ മേൽ അമ്മയ്ക്കുള്ള അത്രേ അവകാശം അച്ഛനുമില്ലേ? മീനാക്ഷി പറയുന്നു നമ്മുടെ അച്ഛന്റെ ന്യായവും നീതിയും ഒക്കെ വേറെ രീതിയിലാ. മഞ്ജിമ പറയുന്നു ഇക്കാര്യത്തില് ഞാൻ ചേച്ചിയുടെ കൂടെയാ. കുഞ്ഞിനെ കൊണ്ടുപോയി അവരെ ഒന്ന് കാണിച്ചാൽ മാത്രം പോരെ? വേണമെങ്കിൽ ഞാനും കൂടി വരാം. മീനാക്ഷി പറയുന്നു അതെ വേണമെങ്കിലെന്നല്ല നീയും കൂടി വരണം, അതെനിക്കൊരു ധൈര്യമാ. മഞ്ജിമ പറയുന്നു അല്ലെങ്കിലും ചേച്ചിക്ക് ധൈര്യത്തിന് കുറവൊന്നുമില്ലല്ലോ. മതിയമ്മേ ഞാനേ വേഗം റെഡിയാകാം. അങ്ങനെ മഞ്ജിമ അകത്തേക്ക് പോകുമ്പോൾ പ്രസന്ന പറയുകയാണ് എടി ഇവളങ്ങ് ആകെ മാറിപ്പോയല്ലോടി. തുടർന്ന് ചന്ദ്രമോഹൻ വീട്ടിലേക്ക് വരികയാണ്. പ്രസന്ന പറയുന്നു ഇരിക്കു സാറേ. മീനാക്ഷി ഒരുങ്ങുന്നതേ ഉള്ളൂ. ചന്ദ്രമോഹൻ പറയുന്നു എനിക്ക് ധൃതിയൊന്നുമില്ല. പ്രസന്ന ചോദിക്കുകയാണ് കുടിക്കാൻ. അപ്പോൾ ചന്ദ്രമോഹൻ പറയുകയാണ് ഒന്നും വേണ്ട. തുടർന്ന് മീനാക്ഷി കുഞ്ഞിനോട് പറയുന്നു കരയാതിരിക്കണം കേട്ടോ. മോളുടെ ചിരിക്കുന്ന മുഖം വേണം അച്ഛൻ കാണാൻ, അല്ലെങ്കിലേ അച്ഛൻ അമ്മയോട് ദേഷ്യപ്പെടില്ലേ? ആരാ എന്റെ കുഞ്ഞിനെ കരയിപ്പിച്ചത്, എന്തിനാ കരയിപ്പിച്ചത്, അങ്ങനെയൊക്കെ ചോദിക്കും. ഞാൻ എന്റെ പൊന്നിനെ കരയിക്കില്ല എന്ന് എന്റെ തക്കടൂൻ അറിയാലോ അല്ലേ? ഈ സമയം അവിടേക്ക് വന്ന മഞ്ജിമ പറയുന്നു റെഡി ആയില്ലേ? അയാൾ അവിടെ വെയിറ്റ് ചെയ്യുക. ഇത്രയും മതിയോ ചേച്ചി? കാൽത്തളി അവര് വാങ്ങി തന്നിട്ടില്ലേ? കയ്യിലൊരു വളയം കൂടി ഇടാം. മീനാക്ഷി പറയുന്നു എന്റെ മഞ്ജു കുഞ്ഞ് ആരോഗ്യത്തോടെ ഇരിക്കുന്നു മാത്രം അവർക്ക് അറിഞ്ഞാ മതി. പിന്നെ ഒന്ന് കാണാനും ഓമനിക്കാനും ഒക്കെ ഒരു കൊതിയും കാണില്ലേ? എത്ര കാലം മക്കളില്ലാതെ കഴിഞ്ഞതാ, അല്ലാതെ അവര് തന്ന ആഭരണങ്ങള് നമ്മൾ വിറ്റോ പണയം വെച്ചോ എന്നൊന്നും അവരന്വേഷിക്കില്ല. മഞ്ജിമ പറയുന്നു നല്ല ഡ്രസ്സും ആഭരണങ്ങളും ഒക്കെ അണിഞ്ഞ് സുന്ദരിയായിട്ട് കുഞ്ഞിനെ കാണണമെന്ന് കൂടിയായിരിക്കും അവരുടെ ആഗ്രഹം. അതിന് വേണ്ടുന്നതെല്ലാം അവര് വാങ്ങിച്ചും തന്നിട്ടില്ലേ? മീനാക്ഷി പറയുന്നു ശരി നിന്റെ ഇഷ്ടം പോലെ ചെയ്യാം. അങ്ങനെ മീനാക്ഷി അവിടെ നിന്ന് പോകുമ്പോൾ മഞ്ജിമ പറയുന്നു ആദ്യം നമുക്ക് വളയിടാം. കൈ കാണിച്ചേ. അയ്യോ കരയല്ലേ, എന്റെ ചക്കരയല്ലേ, കരയല്ലേ. അങ്ങനെ മഞ്ജിമ കാൽത്തളയും വളയൊക്കെ ഇട്ട് കൊടുക്കുകയാണ്. ഈ സമയം അവിടേക്ക് വന്ന മീനാക്ഷി പറയുന്നു എടി നീ ഇങ്ങോട്ട് മാറിക്കേ, കരയല്ലേ. മഞ്ജിമ ചോദിക്കുന്നു ചേച്ചിക്ക് കുറച്ചുകൂടി നല്ല ഡ്രസ്സൊന്നും ഇല്ലേ? മീനാക്ഷി പറയുന്നു മേനോൻ സാർ വരുന്നതേ കുഞ്ഞിനെ കാണാനാ, എന്റെ വേഷവും ഭംഗിയും കാണാനല്ല. അങ്ങനെ കാണേണ്ട ആവശ്യമില്ല. മഞ്ജിമ പറയുന്നു എന്നാലും അമ്മയും കുഞ്ഞിനെയും കൂടി ഒന്നിച്ചു കാണുമ്പോൾ ഒരു ചേർച്ച വേണ്ടേ? മീനാക്ഷി പറയുന്നു ഇവളുടെ മുഖം കണ്ടാൽ അറിയാലോ എന്റെ കുഞ്ഞാണെന്ന്, അത്രയും ചേർച്ച മതി. മഞ്ജു പറയുന്നു ഓ സമ്മതിച്ചു ചേച്ചി, കുഞ്ഞിനെ ഇങ്ങിതാ ഞാൻ എടുത്തോളാം. കരയല്ലേടാന്ന് പറഞ്ഞ് കുഞ്ഞിനെ എടുക്കുകയാണ് മഞ്ജിമ. മീനാക്ഷി ചോദിക്കുന്നു നിനക്ക് എന്റെ കുഞ്ഞിനോടുള്ള ദേഷ്യമൊക്കെ മാറിയോ? മഞ്ജിമ പറയുന്നു ഇവളോട് ആർക്കെങ്കിലും ദേഷ്യപ്പെടാൻ തോന്നുമോ ചേച്ചി? അല്ലേ മോളൂട്ടി? മീനാക്ഷി പറയുന്നു എടി സൂക്ഷിച്ചു പിടിക്കണേ. മഞ്ജിമ പറയുന്നു കാക്കക്കൂട്ടിലെ കുയിൽ കുഞ്ഞ ചിറക് മുളയ്ക്കുമ്പോൾ പറന്നു പോകും, എന്നാലും നമ്മൾ സൂക്ഷിച്ചു വളർത്തണ്ടേ. അങ്ങനെ മഞ്ജിമ കുഞ്ഞിനെയും എടുത്തുകൊണ്ട് ചന്ദ്രമോഹന്റെ അരികിലേക്ക് പോകുമ്പോൾ മീനാക്ഷി വിഷമത്തോടുകൂടി നിൽക്കുകയാണ്. തുടർന്ന് ചന്ദ്രമോഹൻ ചോദിക്കുന്നു കുഞ്ഞിന് അസുഖമൊന്നും ഇല്ലല്ലോ അല്ലേ? മഞ്ജിമ പറയുന്നു അത് കണ്ടാൽ അറിഞ്ഞൂടെ? ചന്ദ്രമോഹൻ പറയുകയാണ് ഓക്കെ എന്നാൽ ഇറങ്ങാം. മീനാക്ഷി കാറിലേക്ക് കയറിയിരിക്കുമ്പോൾ കുഞ്ഞിനെ മടിയിലേക്ക് കൊടുക്കുകയാണ് മഞ്ജിമ. ശേഷം മഞ്ജിമയും കാറിലേക്ക് കയറുന്നു. തുടർന്ന് മീനാക്ഷിയും കുഞ്ഞിനെയും കാത്തിരിക്കുന്ന മുകുന്ദൻ പറയുന്നു എത്ര നേരമായി ചന്ദ്രമോഹൻ പോയിട്ട്, കുഞ്ഞിനെയും കൊണ്ട് ഇപ്പൊ വരാന്ന് പറഞ്ഞിട്ട് കാണുന്നില്ലല്ലോ. അങ്കിത പറയുന്നു ടെൻഷൻ ആകാതെ മുകുന്ദ്, കുഞ്ഞിനെ ഒരുക്കിയൊക്കെ കൊണ്ടുവരണ്ടേ.
അങ്ങനെ കാത്തിരിക്കുന്ന മുകുന്ദനെയും അങ്കിതയും കാണിച്ച് ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചു. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ മൈ ചാനൽ.